ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റത്തിൽ BSFനെതിരെ ഗുരുതര ആരോപണവുമായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. BSF ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞുകയറ്റക്കാരെ പശ്ചിമ ബംഗാളിലേക്ക് കടക്കാൻ അനുവദിക്കുന്നുവെന്നാണ് മമത ആരോപിച്ചിരിക്കുന്നത്. ഇസ്ലാംപൂർ, സീതായ്, ചോപ്ര തുടങ്ങിയ അതിർത്തി പ്രദേശങ്ങളിലൂടെ ആളുകളെ കടത്തിവിടുകയാണെന്നും അതിനു പിന്നാലെ മറ്റ് ലക്ഷ്യങ്ങൾ ഉണ്ടെന്നുമാണ് മമത അവകാശപ്പെടുന്നത്. ബംഗാളിനെ അസ്വസ്ഥമാക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ നേർരേഖയാണ് ഇതെന്നും മമത ആരോപിക്കുന്നുണ്ട്. എന്നാൽ മമതാ ബാനർജിയുടെ അവകാശവാദങ്ങളോട് അതിർത്തി സുരക്ഷാ സേനയും കേന്ദ്രവും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി സംരക്ഷണ ചുമതല വഹിക്കുന്നത് അർദ്ധസൈനിക വിഭാഗമായ BSF ആണ്. ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം ഇന്ത്യയിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹം തുടരുന്ന സാഹചര്യത്തിൽ പശ്ചിമ ബംഗാൾ, അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ അതിർത്തിയിൽ BSF ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. ജില്ലാ മജിസ്ട്രേറ്റുമായും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിലാണ് മമത BSFനെതിരെ ആഞ്ഞടിച്ചത്. നേരത്തെ ബംഗാൾ പോലീസ് സംസ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുന്ന വ്യാജ പാസ്പോർട്ട് റാക്കറ്റ് കണ്ടെത്തി 7 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ധാക്കയിലെ സംഘർഷത്തിനിടയിൽ താരതമ്യേന സുരക്ഷ കുറഞ്ഞ അതിർത്തികളിലൂടെ ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമ ബംഗാൾ വഴി അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്നവർക്കാണ് ഈ സംഘം പാസ്പോർട്ട് നൽകിയത്. അതിർത്തി കാക്കുന്നത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല, അത് BSFന്റെ കടമയാണ്. തൃണമൂൽ കോൺഗ്രസ് അതിർത്തി കാക്കുന്നില്ല. ആളുകൾ കടന്നാൽ എങ്ങോട്ടാണ് പോകുന്നത്, അവർ എവിടേക്കാണ് പോകുന്നതെന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ജില്ലാ മജിസ്ട്രേറ്റുമാർക്കുണ്ട് എന്നായിരുന്നു മമതാ ബാനർജി പറഞ്ഞത്. വിഷയം ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിന് പ്രതിഷേധ കത്തയക്കുമെന്നും മമതാ ബാനർജി പറഞ്ഞിരുന്നു. നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴിയാണെന്ന് ഞാൻ പലതവണ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്റെ സംസ്ഥാനത്തെ അസ്വസ്ഥമാക്കാൻ ആരെങ്കിലും ഭീകരതയെ പിന്തുണയ്ക്കുന്നത് കണ്ടാൽ ഞങ്ങൾ പ്രതിഷേധിക്കുമെന്ന് മമത പറയുന്നുണ്ട്. അതേസമയം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങളിൽ BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നിശബ്ദത പാലിക്കുന്നുവെന്നാരോപിച്ച് മുതിർന്ന TMC നേതാവ് അഭിഷേക് ബാനർജിയും വിമർശനവുമായി രംഗത്ത് വന്നു. പ്രതിസന്ധിയോടുള്ള കേന്ദ്രത്തിന്റെ അപര്യാപ്തമായ നയതന്ത്ര പ്രതികരണത്തെ ചോദ്യം ചെയ്തു. പശ്ചിമ ബംഗാളിനെ അസ്ഥിരപ്പെടുത്താൻ നുഴഞ്ഞുകയറ്റക്കാരെ BSF സഹായിക്കുന്നുവെന്ന് ആരോപിച്ചു. ബംഗ്ലാദേശ് മനസ്സിലാക്കുന്ന തരത്തിൽ ഇന്ത്യ വിരുദ്ധ ആഖ്യാനത്തിന് ഉചിതമായ മറുപടി നൽകണമെന്ന് TMC ദേശീയ ജനറൽ സെക്രട്ടറി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. പ്രതിസന്ധിയോടുള്ള കേന്ദ്രത്തിന്റെ പ്രതികരണത്തെക്കുറിച്ച് ആശങ്ക ഉയർത്തിയ ബാനർജി എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രിയും ബംഗ്ലാദേശിലെ സ്ഥിതിഗതികളിൽ മൗനം പാലിക്കുന്നത്? BJP സർക്കാർ പരാക്രമത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അയൽ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങളോട് വേണ്ടത്ര പ്രതികരിച്ചിട്ടില്ല. TMC സർക്കാരിനെ നിരന്തരം വിമർശിക്കുന്ന സംസ്ഥാന BJP നേതാക്കൾ ഈ വിഷയത്തിൽ വാചാലരാകാൻ കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെടണമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അതേസമയം ഇന്ത്യയുമായി ഏറ്റവും ദൈർഘ്യമേറിയ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. അതിൽ തന്നെ പശ്ചിമ ബംഗാൾ അയൽ രാജ്യവുമായി 2272 കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിർത്തിയാണ് പങ്കിടുന്നത്. അസം, ത്രിപുര, മിസോറാം, മേഘാലയ എന്നിവയും ശേഷിക്കുന്ന അതിർത്തി പങ്കിടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റം ബംഗാളിൽ മുഖ്യ വിഷയമാകുന്നത്.